ചെറിയ ചെറിയ സമർപ്പണം ഉള്ളവർ ഇന്ന് വലിയ വലിയ സമർപ്പണങ്ങൾ എടുക്കണം ദൈവത്തിന് മുമ്പ്. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നെങ്കിൽ ക്ഷമിക്കണം. ഞാനൊരു പുതിയ സമർപ്പണത്തിലേക്ക് വരുക. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു ഞാൻ. എന്തൊക്കെയാണ്? എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരിക്കൽ കൂടെ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ ദൈവത്തിന് മുമ്പിൽ? അടുത്ത ഭാഗമായി എഴുതിയിരിക്കുന്നത്, എന്നാൽ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്തേച്ച് പറ, ഇച്ചിരൂടെ ഒന്ന് സമർപ്പിക്കാൻ പറ ദൈവത്തിന് മുമ്പിൽ. എത്ര പേര് തയ്യാറാണ്? ഇന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ പോവുകയാണ്. അല്പം കൂടെ വിശുദ്ധിയിൽ ജീവിപ്പാൻ, അല്പം കൂടെ വിശ്വാസത്തിൽ ജീവിപ്പാൻ, അല്പം കൂടെ ദൈവകൃപയിൽ ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? ആ തീരുമാനമുള്ളവർ മാത്രം കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകട്ടെ. അല്പം കൂടി ഒരു സമർപ്പണം നിങ്ങൾക്ക് ആവശ്യമാണ്. ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ ഒന്നുകൂടെ സമർപ്പിച്ച് കൊടുക്കുന്നെങ്കിൽ ദൈവം പറയുകയാണ്, നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഇനി ബൈബിളിൻ്റെ വെളിപ്പാടുകളിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഞാൻ കൊണ്ടുപോകുക. ചില വാക്യങ്ങൾ കൂടുതൽ വായിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവവചനം തറച്ചു കയറാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ആമീൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം നിന്നെ രക്ഷിക്കാൻ പോകുകയാണ്? സമർപ്പിക്കുന്ന നിന്നോടാ ദൈവത്തിൻ്റെ ദൂത്. നിൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവം നിന്നെ രക്ഷിക്കാൻ പോകുകയാണ്. രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. 118 സങ്കീർത്തനം ചമയ്ക്കുന്ന സമയത്ത് ശ്രദ്ധേയമായൊരു വാക്യം ആ സങ്കീർത്തനത്തിലുണ്ട്. അതിൻ്റെ സ്തോത്രം 25 വാക്യം, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത തരണമേ. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവേ ഞങ്ങളെ എന്ത് ചെയ്യണം? രക്ഷിക്കണേ കർത്താവേ. ഞങ്ങൾക്ക് എന്തു തരണം? ശുഭത തരണമേ കർത്താവേ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഈ ദിവസങ്ങളിൽ നീ ഒന്നും ഭയപ്പെടേണ്ട, ദൈവം നിന്നെ രക്ഷിക്കാമെന്ന് ഉറപ്പ് തരിക. ഹല്ലേലൂയ. വെട്ടിലകപ്പെട്ട പക്ഷിയെ പോലെ, കാറ്റിൽ കുടുങ്ങിയ ആടിനെ പോലെ, കുരുക്കിൽ അകപ്പെട്ട വ്യക്തിയെ പോലെ നീ അകപ്പെട്ട് കിടക്കുന്നിടത്തുനിന്നെല്ലാം നിന്നെ രക്ഷിച്ച് ഒരു ശുഭത തരുവാൻ. ഹല്ലേലൂയ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നിൻ്റെ മനസ്സിൽ കുറച്ച് നാൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ചില വിടുതലുകൾ നടക്കാത്തത് നിമിത്തം നീ ഭാരപ്പെടുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ദൈവം അകലെയല്ല, നിൻ്റെ അടുക്കൽ തന്നെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ മനസ്സിനകത്ത് പറ, നിൻ്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ നിന്നെ ദൈവം ചില മേഖലകളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പോകുകയാ. ചില മേഖലകളിൽ നിന്ന് രക്ഷിച്ചെടുത്ത് നീ വിചാരിക്കാത്ത വഴികളിലേക്ക് യേശു നിന്നെ കൊണ്ടുപോകുകയാ.